ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഗ്രില്ലടിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ് അവർ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം അങ്ങ് ചെയ്തൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഗ്രില്ലടിക്കാനായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രില്ലിന് വേണ്ടിയുള്ള മസാല നമ്മൾ റെഡിയാക്കാനായിട്ട് ഇവിടെ എൻ്റെ കൊച്ചച്ഛൻ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു പൊടി ഇപ്പോൾ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പകുതി % ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വച്ചിരുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ മസാല എല്ലാം ഏകദേശം തേച്ച് കഴിഞ്ഞു. അടുത്തായിട്ട് ചിക്കനിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ചിക്കനിൽ കഴുകിയെല്ലാം ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചിക്കനിൽ ഈ ഒരു മസാല തേക്കുക എന്നാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ കുറച്ച് മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൽ കിച്ചു എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ചേട്ടനാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐറ്റവും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കുഴക്കലായിട്ട് ഇപ്പോൾ ഏകദേശം മസാല ഹാഫ് റെഡി ആയെന്നാണെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ള ഡേ ആയിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഗ്രില്ലടിക്കാനൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ മസാല എല്ലാം തേച്ച് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നേരെ ചിക്കൻ എടുക്കുക, അത് ഇതിൽ പരട്ടുക. അത്രയാണ് നമുക്കുള്ള പരിപാടി. പിന്നെ നിങ്ങളൊരു കാര്യം ഞാൻ പറയുന്നത് ചെയ്യുമോ? എൻ്റെ ടാസ്ക് ഈ വീഡിയോ എടുക്കാനാണ്. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ടാസ്ക് ചെയ്ത് തരണം. നിങ്ങൾ മാക്സിമം ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്കൊരു 300 സബ്സ്ക്രൈബ്സ് മാക്സിമം നിങ്ങൾ എത്തിക്കണം ഗൈസ്. നിങ്ങളോട് ഞാൻ പറയുന്നത് ഗൈസ്, പ്ലീസ് നിങ്ങൾ മാക്സിമം കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിതായി ഇപ്പോൾ ചിക്കൻ എല്ലാം ഇട്ടിട്ട് നാരങ്ങ എല്ലാം പിടിഞ്ഞ് നമ്മൾ അൽഫാമിന് വേണ്ടി മസാല എല്ലാം തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മസാല എല്ലാം തേച്ച് നമ്മൾ ഈ ഒരു ബക്കറ്റിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറി അരിയിലേക്ക് പോകാം. ആദ്യം പച്ചക്കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അമ്മ അതിൻ്റെ തൊലിയെല്ലാം ചെത്തി നല്ല ക്ലീനാക്കി ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാക്കണ്ടോ, എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ പച്ചക്കറിയുടെ തൊലിയെല്ലാം ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞില്ലേ, കിച്ചു എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ സ്പോൺസർ ചെയ്തേക്കുന്ന ആ സ്പെഷ്യൽ ഐറ്റമാണ് ഗൈസ്. നിങ്ങൾ ഒട്ടും വിചാരിക്കാത്തൊരു സാധനമാണ് ഗോൾഡൻ ചിക്കൻ ഗൈസ്. അതാണ് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. നോർമലി ഗ്രില്ലും ഉണ്ട്, ഗോൾഡൻ ചിക്കനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രില്ലിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് മസാല എല്ലാം തേച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താണ് ഗൈസ്? അതെ, ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സാധനങ്ങളുണ്ടാക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മഷ്റൂമാണ് ഗൈസ് ഈ അരിങ്ങുന്നത്. മഷ്റൂം അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇടാനായിരിക്കാം. ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മൾ അരിങ്ങെല്ലാം എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് കുറേ നേരം കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് വെയിറ്റ് എ സെക്കൻഡ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഗ്രില്ലൊക്കെ നമ്മൾ മസാല എല്ലാം തേച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നല്ല സ്പൈസി ആയിട്ട് നമ്മൾ മസാല എല്ലാം തേച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് പരിപാടി നമ്മൾ നേരെ അതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പച്ചക്കറികളെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി നമുക്കൊരു സാധനം സെറ്റൊക്കെ പോകണം. ഒക്കെ ഉണ്ടോ, നമ്മൾ നേരത്തെ അരിഞ്ഞ ആ പച്ചക്കറികളെല്ലാം ഇട്ട് നമ്മളിപ്പോൾ കുരുമുളകൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ഒരടി ഇത് വേവിക്കണം. അതിനു മുമ്പ് ഒരു പച്ചക്കറി കൂടി അരിയാനുണ്ട്. അത് തന്നെ ഗൈസ് നമ്മൾ അരിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിൽ പലതിലും പുഴു അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് എല്ലാം കട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതുവരെ കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ സ്ഥലം നേരെ ഓവനിലേക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, അതാണ് നമ്മൾ സാലഡെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീണ്ടും നമ്മൾ വീണ്ടും ഇത് അരിയുകയാണ് ഗൈസ്. ഇത് നല്ല ടഫായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്പോൺസർ ആയിട്ടുള്ള സാധനമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്, ഗോൾഡൻ ചിക്കൻ. ഇത് ബട്ടർ ടൂത്ത് പിക്ക് വെച്ച് കുത്തി ഈ ചിക്കനിലേക്ക് വെച്ചിട്ട് അത് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ ഹീറ്റല്ലോ എന്തിലും വെച്ചുണ്ടാക്കിയാലോ അതാണ് ഈ ഗോൾഡൻ ചിക്കൻ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഈ ഒരു
മേലുള്ള ഈ ബട്ടർ ഇങ്ങനെ ഉരുകി വരുമ്പോഴായിരിക്കും ഇതിന് അങ്ങനെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ നമ്മൾ ഈ വീഡിയോയുടെ സ്പോൺസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്ന ഇത് സ്പോൺസർ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കിച്ചു എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാ ഒരു കൂട്ടുകാരൻ എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്രില്ലും പിന്നെ ഈ ഗോൾഡൻ ചിക്കനും കഴിക്കാൻ പോണത്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. കഴിച്ചിട്ട് ഇഷ്ടപ്പെടുമെന്ന് നോക്കണം. ഒരു പീസ് ചിക്കനിൽ നമ്മൾ ഈ ബട്ടറെല്ലാം തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി 2 പീസും കൂടെ അപ്പം തന്നെ പെട്ടെന്ന് അതങ്ങ് തീർത്തിട്ട് വരുന്നു. കേസ് നമുക്ക് ചെറിയൊരു പണി പറ്റി. നമ്മൾ ഗ്രില്ല് കത്തിക്കാൻ കൊണ്ടുവന്ന ആ ഒരു മെഷീൻ വർക്കാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ കൈ വെച്ച് തന്നെ കത്തിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അവസാനം തീ ഒന്ന് അതിൽ കത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ 10 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ്. അത് 2-3 മണിക്കൂറുകളായിട്ട് നമ്മൾ ഇതിന് പിറകെയായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി നല്ലൊരു ഇതായിരുന്നു. കൊച്ചച്ഛനും അച്ഛനും നമ്മളെല്ലാവരും കൂടി നന്നായിട്ട് ഈ ഒരു ഡേ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നു. താഴെ നമ്മൾ ഗ്രില്ല് റെഡി ആവുന്നു. അപ്പോൾ നമ്മളെല്ലാം ടെറസിലാണ് ഗ്രില്ലടിച്ചത്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ അവിടെയാണെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ താഴെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ആ 2 ചേട്ടന്മാരും കൂടെ അവിടെയാണെങ്കിൽ ഗ്രില്ലിന് വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പണി പാളുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുറേ നേരമായിട്ടും കത്തുന്നില്ലായിരുന്നു. പക്ഷേ അവസാനം തീ കത്തി കേസ്. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്തതായിട്ട് ചിക്കനെല്ലാം താഴെ വെച്ചിരിക്കുന്ന ചിക്കൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക, നേരെ കയറ്റുക. പിന്നെ നമുക്ക് കുറച്ച് തീയും കൂടെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തീ അങ്ങ് ആക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ചിക്കൻ എടുക്കാവുന്ന പരിപാടിയിലേക്ക് പോയാലോ. ചിക്കൻ നേരെ ഗ്രില്ലോട്ടാക്കി നമുക്ക് പൊളിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കനെല്ലാം ഈ ഗ്രില്ലടിക്കേണ്ട ആ ഒരു ഗ്രില്ലോട്ട് വെക്കുകയാണ്. സാധനം വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കുറേ പീസുകൾ വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് 1 പീസോ 2 പീസോ എന്തോ ബാക്കിയുണ്ട്. നമ്മളെല്ലാ ഒരു ഹോൾ ഏരിയയും ഫില്ല് ചെയ്ത് എല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് ആവുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്ലോസ് ചെയ്ത് ക്ലിപ്പ് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ ക്ലിപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ നമ്മൾ നെക്സ്റ്റ് പരിപാടി നേരെ ഫയറിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇന്ന് എൻജോയ് ചെയ്യുക ഗൈസ്. റെഡി ആവുന്നവരെ അപ്പോൾ നേരെ കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ ഗ്രില്ലടിക്കാനായിട്ട് കൊണ്ടുവന്നു. യെസ്, ഹിയർ വി ഗോ ഗൈസ്. അത് നമ്മൾ നേരെ അതവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഗൈസ് 10 മണിക്ക് തുടങ്ങിയ കാര്യം ഇപ്പോൾ 12:30 ആയപ്പോൾ ഏകദേശം ഒരു വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റിംഗ്. ഇനി നമുക്ക് പാട്ടെല്ലാം വെച്ച് ചില്ല് ചെയ്ത് നമ്മളിവിടെ അങ്ങ് വെയിറ്റിംഗ്. ഇനി ഇത് റെഡി ആവുമ്പോൾ നമുക്ക് വീണ്ടും നിങ്ങളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇതെന്തോ സംഭവം നടക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടോ. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഗോ, ബൈ. അപ്പോൾ ഗൈസ് ഹോപ്പ് യു ആർ എൻജോയിങ് അവർ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോയുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഗൈസ് ഇപ്പോൾ ഒരു സൈഡിന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നിന്ന് ക്ലോസ് ലുക്ക് കാണിച്ചാൽ ഇപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് അത് തിരിച്ചിട്ട് ബാക്കി കാണിച്ചു ചെയ്യും. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഓർക്കണത് കരിഞ്ഞു പോയോ ഇല്ലയെന്ന് നമുക്ക് നോക്കണത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ് അവർ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതൊക്കെ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോയുടെ എൻഡിലേക്ക് എത്തിയിരിക്കുന്നു. സോറി ഗൈസ്, നമ്മളിത് കഴിക്കുന്നത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. സം ഇഷ്യൂസിൽ ആ ഒരു ടൈമിൽ നമ്മൾ ക്യാമറ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ് അവർ വീഡിയോ. ബൈ.